ഓം ശാന്തി. സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും വേറിട്ട് ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയെ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. ഞാൻ ഒരു ദിവ്യ ജ്യോതി ആത്മാവാണ്. പരം ജ്യോതി ശിവപിതാവിൻ്റെ പ്രിയ സന്താനമാണ്. ഞാൻ ശിവവംശിയാണ്. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ സത്യമായ ബ്രാഹ്മണനാണ്. ഞാൻ സർവോത്തമ കുലഭൂഷൺ ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു ബാപ്പ് സമാനം സമ്പൂർണ്ണ ബ്രാഹ്മണൻ സർവശ്രേഷ്ഠ ധർമ്മത്തിലും കർമ്മത്തിലും സ്ഥിതമാകുന്നു. ഞാൻ ബ്രാഹ്മണ ആത്മാവിൻ്റെ മുഖ്യധർമ്മം സമ്പൂർണ്ണ പവിത്രതയാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു സങ്കല്പത്തിലും സ്വപ്നത്തിലും അപവിത്രതയുടെ ഭാഗം പോലുമില്ല. സമ്പൂർണ്ണ പവിത്രതയുടെ ശ്രേഷ്ഠ ധാരണ ചെയ്യുന്ന ഞാൻ സത്യമായ ബ്രാഹ്മണനാകുന്നു. ഏതു പ്രകാരത്തിലുള്ള പരിതസ്ഥിതിയിലും സഹിക്കേണ്ടി വന്നാലും ത്യാഗം ചെയ്യേണ്ടി വന്നാലും സർവ്വതും സന്തോഷത്തിൽ ചെയ്യാൻ തയ്യാറാകുന്നു. ത്യാഗത്തെ ത്യാഗമെന്ന് വിചാരിക്കാതെ ഭാഗ്യമെന്ന് അനുഭവം ചെയ്യുന്നു. ഞാൻ പഴയ സങ്കല്പങ്ങളെയും സംസ്കാരങ്ങളെയും ഈ മഹായജ്ഞത്തിൽ ത്യാഗം ചെയ്യുന്നു. എൻ്റെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെ ഈ മഹായജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നു. ഈ യജ്ഞത്തിൽ ഞാൻ എൻ്റേത് എന്നതിനെ അന്തിമ ആഹുതി ചെയ്യുന്നു. ഇപ്പോൾ സങ്കല്പം സ്വപ്നത്തിൽ പോലും ദേഹബോധമില്ല. എൻ്റെ അനാദി ആത്മിക് സ്വരൂപത്തിൻ്റെ സ്മൃതി നിരന്തരം പരമാത്മസ്മൃതി അനുഭവം ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൽ കേവലം ബാബ 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 ഈ നാദമുയരുന്നു. മുഖത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബാബ ബാബ ഈ ശബ്ദം മാത്രമുയരുന്നു. ഞാൻ നിരന്തരം ബാബയുടെ സ്മൃതിയിൽ സമാവേശമാകുന്നു. ബിന്ദുവായി ബിന്ദു ബാബയിൽ സമാവേശമായി ഞാൻ ബാപ്പ് സമാനമാകുന്നു. സദാ ഈ സ്മൃതിയാണ് സ്വയം സർവശക്തിവാൻ പരംപിത പരമാത്മാ ഞാൻ ബ്രാഹ്മണ ആത്മാവിലൂടെ യജ്ഞം രചിക്കുന്നു. യജ്ഞത്തിൻ്റെ സമാപ്തിയുടെ നിമിത്തമായി തീരുന്നു. ഈ മഹായജ്ഞത്തിൽ അന്തിമ ആഹുതി ചെയ്യുമ്പോൾ പഴയ ലോകത്തിൻ്റെ ആഹുതി നടക്കുന്നു.
സ്വയം പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന് നിമിത്തമാകുന്നു. എനിക്ക് ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ലഭിച്ചു. ഞാനിപ്പോൾ ഈശ്വരീയ മടിത്തട്ടിലാണ്. അദ്വൈത ധർമ്മത്തിന്റെ സ്ഥാപനം യോഗബലത്തിലൂടെ നടക്കുന്നു. ബാബ എനിക്ക് 3-ാം നേത്രം നൽകുന്നു. ഞാൻ യോഗബലത്തിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായി മാറുന്നു. ഞാനിപ്പോൾ ഈശ്വരീയ മടിത്തട്ടിലാണ്. എൻ്റെ ഈ അന്തിമ ജന്മം വളരെ അമൂല്യമാണ്. അമരനായ ബാബ വന്ന് അമരനായ ആത്മാക്കളെ അമരലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി അമര കഥ കേൾപ്പിക്കുന്നു. ഞാൻ സ്വയം ആത്മാവാണെന്ന് നിശ്ചയിച്ച് ബുദ്ധിയോഗം ഒരു ബാബയോട് ചേർക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് രാജ്യഭാഗ്യം ലഭിക്കുന്നു. ഞാൻ കൽപ്പം മുമ്പത്തെ പോലെ പുരുഷാർത്ഥം ചെയ്യുന്നു. യോഗബലത്തിലൂടെ ആരോഗ്യവും ചക്രത്തെ അറിയുന്നതിലൂടെ സമ്പത്തും ലഭിക്കുന്നു. ഞാൻ എൻ്റെ ഈ അമൂല്യമായ ജീവിതത്തെ ആത്മീയ സേവനത്തിൽ ഉപയോഗിക്കുന്നു. ഭാരതത്തിൻ്റെയും മുഴുവൻ ലോകത്തിൻ്റെയും സേവനം ചെയ്യുന്നു. എൻ്റേതെല്ലാം സഫലമാക്കുന്നതിനു വേണ്ടി നേരിട്ട് ഈശ്വരാർത്ഥം അർപ്പണം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഏകരസസ്ഥിതിയിലൂടെ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ചെയ്തുകൊണ്ട് സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നു. എപ്പോഴാണോ ബുദ്ധി സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി ഒരേ ഒരു ബാബയിൽ ഏകാഗ്രമാകുന്നത്, അപ്പോൾ എല്ലാ ഇളക്കങ്ങളും അവസാനിക്കുന്നു. അങ്ങനെയുള്ള ഏകരസസ്ഥിതിയിലെത്തുന്നതിലൂടെ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ലഭിക്കുന്നു. ബുദ്ധിയുടെ ലൈൻ സദാ ക്ലിയറാക്കി വെക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലെ ഭാവങ്ങളെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. ഓം ശാന്തി.